ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഭൂപതിവ് ചട്ട ഭേദഗതി 1964 ചട്ടമാണല്ലോ. 1960 ഭൂപതിവ് ചട്ടം വരുന്നു, 64 ഭേദഗതി, അതിന്മേലുള്ള ഈ ഭേദഗതി നിയമം ഇത് വഴി പൂർണ്ണമായിട്ടും മലയോര ജനതയ്ക്ക് പട്ടയഭൂമിയിൽ, പതിച്ചു കിട്ടിയ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുവാദം കിട്ടിയെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്? ജോസ് കെ മാണി പറഞ്ഞു ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണെന്ന്. 100% ജോസ് കെ മാണി പറഞ്ഞത് ശരിയാണ്. ഇത് ചരിത്രപരമായ നിമിഷം തന്നെയാണ്. വർഷങ്ങളായി മലയോര മേഖലയിലെ സാധാരണക്കാരായ കൃഷിക്കാർ, ചെറുകിട കൃഷിക്കാര്, അവിടെയുള്ള വീട് വെക്കുന്ന ആളുകൾ, 10 സെന്റും 15 സെന്റുമുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അവർക്ക് ഭൂമി പണയപ്പെടുത്താൻ കഴിയില്ല, അവിടെ വേണ്ട പോലെ അവർക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ചട്ട ഭേദഗതിയുടെ അപാകത കൊണ്ട് വലിയൊരു പ്രശ്നം ആ മേഖല മുഴുവൻ നേരിട്ടിരുന്നു. ഈ കാര്യം ഗൗരവകരമായി ആദ്യം മുന്നോട്ട് വെച്ചത് കേരള കോൺഗ്രസ് എമ്മാണ്. ശ്രീ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു. ഇടുക്കി റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയാണ്. അപ്പോൾ ആ മേഖലയിലെല്ലാമുള്ള മലയോര മേഖല, ഇടുക്കി മാത്രമല്ല മറ്റു മലയോര മേഖലകളിലും എല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രോബ്ലമായിരുന്നു. ഇടുക്കിയിൽ അത് വലിയ പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടുള്ളതാണല്ലോ. അപ്പൊ കേരള കോൺഗ്രസ് ശബ്ദം ഉയർത്തി, അത് LDF ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. എനിക്ക് തോന്നുന്നത് അന്ന് ഇടുക്കിയിലെ LDFന്റെ നേതൃത്വം ഒന്നടങ്കം അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും, അതുപോലെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് നിവേദക സംഘം കാണുകയും, ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്യും. ഇത് വലിയ നീക്കം. ഇത് ഒരുപാട് സാധാരണക്കാരെയും പാവപ്പെട്ട ആളുകളെയും ചെറുകിട കൃഷിക്കാരെയും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ചില രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നിലവിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, ഈ നിലവിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോഴും അത് നികുതിയൊക്കെ അടച്ചും നിർമ്മാണ അനുമതി നേടിയും ഒക്കെ തന്നെ നിർമ്മിച്ച കെട്ടിടങ്ങളാണല്ലോ. പക്ഷേ ഭൂപതിവ് ചട്ടപ്രകാരം അത് ചട്ടലംഘനമാണ്. അപ്പോൾ അവ ക്രമവൽക്കരിച്ച് നൽകും എന്ന് പറയുമ്പോൾ നിലവിൽ നികുതി അടച്ച സ്ഥലത്ത് ഈ ക്രമവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടി വീണ്ടും ഫീസ് ഈടാക്കുവാനുള്ള ശ്രമം നടക്കും എന്നുള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട്. അതിലെന്താണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അതിനകത്ത്? ഉദ്യോഗസ്ഥർ ആ ആക്ഷേപത്തിനൊന്നും അടിസ്ഥാനമില്ല. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫീസും ഈടാക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ആളുകളെ സംബന്ധിച്ച് ക്രമവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അർത്ഥമല്ലേ. നേരത്തെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. അത് വെറും ഒരു വിമർശനം. ഇത്രയും വലിയ ജനകീയ പിന്തുണയുള്ള ഒരു വലിയ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യണ്ടേ എന്നുള്ള ചിന്തയോടുകൂടി ചില ആളുകൾ പറയുന്നതായിട്ട് അതിനെ കാണാൻ കഴിയും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതുപോലുള്ള പല ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻകൈ എടുക്കുന്നു എന്നുള്ള വലിയ ജനപക്ഷ നിലപാടാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം വലിയ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഇത് വലിയ കുഴപ്പമാക്കി തീർത്തതും ഇതേ സർക്കാർ തന്നെയാണല്ലോ. 2019 ഓർക്കുകയാണ്, അന്ന് സർവത്ര നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ കരിനിയമം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പൂർണ്ണമായ നിയന്ത്രണമായിരുന്നു. അപ്പോൾ തങ്ങൾ തന്നെ അടിച്ചേൽപ്പിച്ച ഒരു നിയന്ത്രണം പിന്നെ അത് മാറ്റി സ്വതന്ത്ര വിനിയോഗത്തിലേക്ക് വരുന്നു എന്ന രീതിയിൽ ക്രെഡിറ്റ് അടിക്കുവാനുള്ള ഒരു സംഭവമാണെന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2019 ഓഗസ്റ്റിലായിരുന്നല്ലോ അങ്ങനെ പട്ടയ വസ്തുവിൽ മറ്റു നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്നും അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളവ കണ്ടുകെട്ടി പാട്ടത്തിന് നൽകുമെന്നുള്ള ഒരു കാര്യം വന്നത്. ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലുള്ള തീരുമാനങ്ങളല്ലേ. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചില നിർദ്ദേശങ്ങൾ നമ്മൾ അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, അത് പാരനെ കുഴപ്പമല്ല, വന്നു കഴിയുമ്പോഴേ അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നിയമത്തിന് മാത്രമല്ല, എല്ലാ നിയമനിർമ്മാണങ്ങളിലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എത്ര പെർഫെക്റ്റായി ഡിസ്കസ് ചെയ്താലും രാത്രി മുഴുവൻ ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമങ്ങളില്ലേ, ആ നിയമങ്ങളിൽ പോലും ചില അപാകത പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ആ നിലയിൽ അത് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അപാകത ജനങ്ങൾ പറയുന്ന മനസ്സിലാക്കി ജനകീയമായി അത് ബോധ്യപ്പെട്ട് അതിന് തിരുത്തൽ വരുത്തിയല്ലേ പിന്നീടുള്ള നിയമനിർമ്മാണവും അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം നമ്മളെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ള വലിയ കാര്യമല്ലേ. അതിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെന്താ കാര്യമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് വേണ്ടേ? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതിന്റെ മറുവശമുണ്ട്. അതെപ്പോഴും ആക്ഷേപമായിട്ടുള്ള കാര്യം തന്നെയാണ്. അനധികൃത നിർമ്മാണങ്ങൾ സാധൂകരിച്ചു വരും എന്നുള്ള കാര്യം കൂടി. അല്ല, ഞാൻ ചോദിച്ചൊരു കാര്യം, പരമാവധി അനധികൃത നിർമ്മാണങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഒരു സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടിപ്പോയി, ബിൽഡിംഗ് വെച്ചുപോയി, താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു 10 സെന്റുകാരനാ, വേറെ മാർഗം അവർക്കില്ല. അവരെ നമുക്ക് നിയമത്തിന്റെ പേരിൽ ഇറക്കി വിടാൻ കഴിയുമോ? അങ്ങനെ ഒരിക്കലും കഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോ അധികമായിട്ടുള്ള ഏതെങ്കിലും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിക്കാനും ഗവൺമെന്റ് തയ്യാറാകും.
അതൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് അതല്ല, ഇത് നടക്കും തോന്നുന്നില്ല സാധാരണക്കാരെ സ്റ്റീഫൻ ജോർജ്. അത് ഈ ഭൂപതിവ് ചട്ട ഭേദഗതി വരുന്നതോടെ അത് നടക്കില്ല. വൻകിട നിർമ്മാണങ്ങൾ അവിടെ വരും. മാത്രമല്ല ഇതുവരെ നടത്തിയ നിർമ്മാണങ്ങളെ ഫീസ് ഈടാക്കി ക്രമപ്പെടുത്തുവാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. ഇത് എത്ര മനസ്സിലാക്കേണ്ട ഫീസാണ്? കാര്യം, നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കാത്ത വിധത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോയാൽ മതിയല്ലോ. ശരി, അത് ചെയ്യണം. അത് ഇപ്പോഴത്തെ ചെയ്യേണ്ട കാര്യം പ്രശ്നം തന്നെയാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന് ടെലിഫോൺ ലൈൻ തുടരുക. ഈ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, കോൺഗ്രസ് നേതാവ് കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഒരു സർക്കാരും ചെയ്യാൻ പറ്റാതെ വന്ന ഒരു കാര്യമാണ് മലയോര ജനതയ്ക്കായി ഇപ്പോൾ LDF സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം? തീർച്ചയായിട്ടും ഇത് കർഷകരുടെ ഇടയിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണം എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം പഴയ കാലത്ത് കുടിയേറ്റ കർഷകരായിട്ട് കടന്നു വന്ന ആളുകൾക്ക് അന്നത്തെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭൂപതിവ് ചട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഉത്കണ്ഠ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചട്ടം ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസുകളുടെ അദമ്യമായ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഒരിക്കലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് എല്ലാ നിയമ ഉപാധികളോട് കൂടിയാണ് പഞ്ചായത്തുകൾ ലൈസൻസ് കൊടുത്ത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ഈ മണ്ണിൽ പടുത്തുയർത്തിയിട്ടുള്ളത്. അതിൽ ദേവാലയങ്ങളുണ്ട്, അതില് ഓഫീസുകളുണ്ട്, അതില് പൊതുവായി ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം അത്തരത്തിൽ മാത്രം ഉപയോഗിച്ച് വന്ന ഒരു കാര്യത്തിന് ഇപ്പൊ ക്രമപ്പെടുത്തുന്നതിന് വലിയൊരു ഫീസ് കർഷകരായിട്ടുള്ള ആളുകൾ കോടാനക്കോടി രൂപ മുടക്കണം എന്നുള്ള നിലയിലേക്കാണ് അങ്ങനെ വരുന്നുണ്ടോ? ഭീമമായ ഒരു ഫീസിലേക്ക് വരും. 3000 ചതുരശ്ര അടി വരെ ഫീസ് ഇല്ല. അതുപോലെ തന്നെ മറ്റ് പൊതുസ്ഥാപനങ്ങൾ അവയ്ക്കും ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് 1% അത് വേണം താനും. പൊതുസ്ഥാപനങ്ങൾ ഒഴിവിച്ച് നിർത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ വ്യക്തതയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ കർഷകരെ സംബന്ധിച്ച് ഇത് ഒരു ഇരുട്ടടി കൂടിയായി മാറിയിരിക്കുകയാണ്. അല്ല, അതിൽ നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? എന്താണ് ഉദ്യോഗസ്ഥർ തോന്നുമ്പടി ചെയ്യും എന്നുള്ളതാണോ? അവർ പണപ്പിരിവ് നടത്തുന്നതാണ്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, കേരളത്തിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾ ഏതൊരു ഉത്തരവ് ഇറക്കി കൊടുത്താലും ആ ഉത്തരവിന്റെ മറവിൽ പണപ്പിരിവും വലിയ അലിഗേഷനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഈ കയ്യേറ്റ മാഫിയാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രൊപ്പഗാൻഡ നിലവിലുള്ളപ്പോൾ ഇത് ഉദ്യോഗസ്ഥർക്ക് പണപ്പിരിവ്, ഞങ്ങള് പ്രതിപക്ഷം എന്ന നിലയിൽ ബഹുമാനായ VD സതീശൻ നിയമസഭയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് അവതരിപ്പിച്ച് പറഞ്ഞപ്പോഴും PJ ജോസഫും മാത്യു കുഴൽനാടനും ഒക്കെ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പറഞ്ഞപ്പോഴും ഗവൺമെന്റ് ഒരു മാന്യമായി പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം കൂടി കേട്ടിരുന്നെങ്കിൽ ഈ ദുർഗതി ഗവൺമെന്റിന് ഉണ്ടാവില്ലായിരുന്നു. ചട്ടം ഭേദഗതി ചെയ്തു, പക്ഷേ ഭേദഗതി ചെയ്തതിന്റെ ഒരു ഗുണവും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള നിലയിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് പൊതുവായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ശ്രീ ഇബ്രാഹിം? തീർച്ചയായിട്ടും നമ്മളെ ഇവിടുത്തെ മലയോര കർഷക ജനതയുടെ പ്രയാസങ്ങൾ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം. കാരണം അതിന് ഇപ്പൊ ഈ